الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وآت ذا القربى حقه والمسكين وابن السبيل ولا تبذر تبذيرا إن المبذرين كانوا إخوان الشياطين وكان الشيطان لربه كفورا وإما تعرضن عنهم ابتغاء رحمة من ربك ترجوها فقل لهم قولا ميسورا ولا تجعل يدك مغلولة إلى عنقك ولا تبسطها كل البسط فتقعد ملوما محسورا إن ربك يبسط الرزق لمن يشاء ويقدر إنه كان بعباده خبيرا بصيرا. صدق الله العظيم. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോട് പിന്നെ നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. സൂറത്തുൽ ഇസ്രായിലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചില പ്രത്യേക നിർദ്ദേശങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചത്. 23, 24, 25 ആയത്തുകളാണ്. വഖദാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് തുടങ്ങുന്ന ആയത്തുകളിൽ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചത്. അതിൻ്റെ ബാക്കി 26 മുതൽ 30 വരെയുള്ള സൂക്തങ്ങളാണ് ഇപ്പോൾ ഇവിടെ ആദ്യം പാരായണം ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ മാനിച്ച് ജീവിക്കണം എന്ന തഖ്വയുള്ള വസിയത്താണല്ലോ പരമപ്രധാനമായ സംഗതി. ആ വിധിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പദം തന്നെ പ്രയോഗിച്ചുകൊണ്ട് പറയാം, വഖദാ റബ്ബുക, അല്ലാഹു വിധിച്ചിരിക്കുന്നു, നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു, അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ, മാതാപിതാക്കളോട് നന്മ ചെയ്യണം, അവരോട് മാന്യമായി പെരുമാറണം, കയർക്കരുത്, അവരിൽ ഒരാളോ രണ്ടാളോ നിങ്ങളുടെ അടുക്കൽ വാർദ്ധക്യം പ്രാപിച്ചെത്തിയാൽ കാരുണ്യത്തിൻ്റെ ചിറക് അവർക്ക് താഴ്ത്തി കൊടുക്കണം, നിങ്ങൾ നല്ലവരാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ളതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നതാണ്, ഖേദിച്ചു മടങ്ങുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയധികം പുറത്തു കൊടുക്കുന്നവനാണ് എന്നൊക്കെയാണ് അതിൽ വിശദീകരിച്ചത്. അപ്പോൾ സത്യവിശ്വാസം ഉള്ളിലേക്ക് കടന്നാൽ അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകണം എന്നതാണ്. സത്യവിശ്വാസം എന്ന് പറഞ്ഞാൽ ഏകനായ അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ദൃഢമായ ബോധ്യം. അല്ലാഹു ഏകനാണ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ തൗഹീദിലെ വിശ്വാസം ഏതെങ്കിലും ഒരു ആപ്തവാക്യം എന്നുള്ള നിലയിലോ ഒരു ആദർശം എന്നുള്ള നിലയിലോ പറഞ്ഞു നടക്കാനുള്ള സംഗതി മാത്രമല്ല, ഇത് മനുഷ്യ ജീവിതത്തിന് ശാന്തിയും സമാധാനവും ആശ്വാസം ലഭിക്കാനുള്ള ഒരു ജീവിത രേഖ എന്നുള്ള നിലക്കാണ് ഓരോരുത്തരും ഇതിനെ സ്വീകരിക്കേണ്ടത്. യഥാർത്ഥത്തിൽ വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന മനുഷ്യന്
അവൻ്റെ വേദനകളുടെ ഭരമേൽപ്പിക്കാൻ, പ്രയാസങ്ങളുടെ ഭാരം ഇറക്കി വെക്കാനുള്ള ഏറ്റവും വലിയ അത്താണി അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. ജീവിതം സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന അല്ലാഹു അത് നമ്മളോട് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ജീവിത പ്രയാണത്തിലെ എല്ലാ സംഗതികളും ബന്ധപ്പെടേണ്ടത്, എല്ലാ പ്രതീക്ഷകളും ബന്ധിപ്പിക്കേണ്ടത്, എല്ലാ ഉത്കണ്ഠകളും നിങ്ങൾ ബന്ധിപ്പിക്കേണ്ടത് നാമുമായിട്ടാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഒരു ജീവിതത്തിലാവുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഒരു ശരീരത്തിൽ ഒരുപാട് അവയവങ്ങളെന്ന പോലെ കൈയുണ്ട്, കണ്ണുണ്ട്, കാലുണ്ട്, ചെവിയുണ്ട്, മൂക്കുണ്ട്. പലപ്പോഴും നമുക്കിതിന് പല അവയവങ്ങൾക്കും രോഗങ്ങൾക്ക് ബാധിക്കാറുണ്ട്. ഓരോന്നിനും ഓരോ കൺട്രോളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ തന്നെ ഉണ്ടാവും. അതായത് കൈയുടെ കൺട്രോൾ വേറെ, കണ്ണിൻ്റെ കൺട്രോൾ വേറെ. കൈക്ക് രോഗം വരുമ്പോൾ കണ്ണിൻ്റെ കൺട്രോൾക്ക് അറിയില്ല, കണ്ണിന് രോഗം വരുമ്പോൾ ചെവിയുടെ കൺട്രോളർക്ക് അറിയില്ല, അല്ലെങ്കിൽ അതിൻ്റെ വർക്കിങ്ങിനെ കുറിച്ച് അറിയില്ല എന്നൊക്കെ ഉണ്ടായാൽ യഥാർത്ഥത്തിൽ ജീവിതം അസാധ്യമാണ്. അതുപോലെ നമുക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്, ഇടപാടുകളുണ്ട്. കൃഷിയുണ്ട്, കച്ചവടമുണ്ട്, ഉദ്യോഗമുണ്ട്. അതേസമയം ഭാര്യ, മക്കൾ, ഭർത്താവ്, മക്കൾ, അങ്ങനെ പരസ്പരം ഒരുപാട് ആളുകൾ, ഒരുപാട് പ്രദേശങ്ങൾ, ഒരുപാട് സാമഗ്രികൾ, ഒരുപാട് സംഗതികൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ സുഗമമായ പ്രവർത്തനം നടന്നെങ്കിൽ മാത്രമേ ആശ്വാസകരമായ ജീവിതം ഉണ്ടാവുള്ളൂ. ഇതിനൊക്കെ വ്യത്യസ്ത തലങ്ങളിലുള്ള നിയന്ത്രണങ്ങൾ, കൺട്രോൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല എന്ന് സാമാന്യ ബുദ്ധിക്ക് നമുക്ക് ആലോചിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ തൗഹീദ് എന്ന് പറയുന്നത്, അതിലുള്ള വിശ്വാസം യഥാർത്ഥത്തിൽ മനുഷ്യന് ആശ്വാസം പകരേണ്ടതാണ്, അത് കുളിർമ നൽകേണ്ടതാണ്. ആ നിലയ്ക്ക് ഈമാനുള്ളിൽ കയറി കിട്ടിയാലേ യഥാർത്ഥത്തിൽ ഹൃദയംഗമമായ പ്രാർത്ഥന ഉണ്ടാവുള്ളൂ. ഇബാദത്ത് യഥാർത്ഥ പ്രാർത്ഥനയാണ് അതിൻ്റെ സത്ത എന്ന് പറയുകയുണ്ടായി. അപ്പോൾ പ്രാർത്ഥന ഹൃദയംഗമാവുമ്പോൾ ഈമാൻ എത്രമാത്രം ശക്തമാവുമോ അത്രമാത്രം ആഴത്തിൽ അള്ളാഹുമായിട്ടുള്ള ബന്ധം ഉണ്ടാവും. അപ്പോൾ അത്രമാത്രം താഴ്മയോടുകൂടിയുള്ള പ്രാർത്ഥനയുണ്ടാവും. പ്രാർത്ഥനയും അതുപോലെ ഈമാനും പ്രാർത്ഥനയും എത്രമാത്രം ശക്തമാകുമോ അത്രമാത്രം നന്മയുള്ള പ്രവർത്തനങ്ങൾ അയാളിൽ നിന്ന് വരും. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കാൻ പറഞ്ഞിട്ട് അതിൻ്റെ പ്രതിഫലനം എങ്ങനെയാണ് അള്ളാഹുവിനെ ആരാധിക്കുന്നത് എന്ന് പറഞ്ഞു. ഈ പ്രാർത്ഥന മാത്രം പോരല്ലോ, പ്രാർത്ഥന ജീവിതത്തിൽ പ്രതിഫലിക്കണമല്ലോ. പ്രാർത്ഥനത്തിൻ്റെ റിസൾട്ട് വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ ആഴം, വിശ്വാസത്തിൻ്റെ ആഴം തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയണമെന്നാണ്. അപ്പം മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്ന ഒരാൾ, പണത്തിൻ്റെ പേരിലായാലും മറ്റെന്തിൻ്റെ പേരിലായാലും, യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതി അവൻ്റെ ഈമാൻ ദുർബലമാണ് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് മനസ്സ വാച കർമ്മണ അംഗീകരിക്കാൻ സന്നദ്ധമാകാത്തതുകൊണ്ടാണ് പിശാച് അവനിൽ കളിച്ച് മാതാപിതാക്കളോട് മോശമായ പെരുമാറ്റം അവനിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാതാപിതാക്കളോട് മോശമായി പെരുമാറുമ്പോൾ നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈമാൻ ദുർബലമായിരിക്കുന്നു. എത്ര വലിയ ശുഭാപ്തി വിശ്വാസിയും എത്ര നല്ല കഴിവുള്ളവനും പലപ്പോഴും ദുർബലമായ അവസ്ഥ ഉണ്ടാവും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. നല്ല ഉറപ്പുള്ള മനുഷ്യന് പോലും ഏറ്റവും വലിയ ശുഭാപ്തി വിശ്വാസിക്കും ഉത്കണ്ഠകൾ ഉണ്ടാകുന്നത് ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അൽ ഈമാനിയോ വയസീദ്. ചിലപ്പോൾ ഈമാൻ നല്ല ഉന്നതമായ നിലവാരത്തിലായിരിക്കും. അന്നേരം നമ്മളുടെ പെരുമാറ്റം അള്ളാഹുമായിട്ടുള്ള മുലാഖാത്തൊക്കെ വളരെ വളരെ മധുര മനോഹരമായിരിക്കും, അനുഭൂതിപൂർവ്വമായിരിക്കും. നമുക്ക് തന്നെ അത് മനസ്സിലാക്കാൻ കഴിയും. ചിലപ്പോൾ നമുക്ക് ഖുർആൻ ഓതാൻ നല്ല താല്പര്യം ഉണ്ടാകും. ഓതുമ്പോൾ അതിങ്ങനെ ആസ്വദിച്ച് നമുക്ക് ഓതാൻ കഴിയും. നമസ്കരിക്കാൻ കൈകെട്ടി കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകവുമായിട്ടുള്ള ബന്ധമൊക്കെ വിട്ടിട്ട് ഏതോ ഒരു ആത്മീയ ലോകത്തിൽ ഇങ്ങനെ മനസ്സ് വിരാജിക്കുന്നത് പോലെ നമുക്ക് തോന്നും. അത് വളരെ നല്ല ഈമാനികമായ ഒരു ബന്ധം നിലനിൽക്കുന്നത് കൊണ്ടാണ്. ആ ഈമാൻ തന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിങ്ങനെ താന്ന് പോവുകയും ചെയ്യും. യസീദു യൻഖുസു യസീദു. ഈമാൻ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കും, ഈമാൻ ഇങ്ങനെ താഴ്ന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈമാനെ ചടുലമായ ശക്തിയോടുകൂടി നിലനിർത്തുന്നതിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്മരണ അധികരിപ്പിക്കണമെന്ന് നമ്മളോട് പറഞ്ഞു. ഈ നമസ്കാരത്തിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ അങ്ങനെ തന്നെയാണ്. ദിവസം രാവിലെ 2 നേരവും വൈകുന്നേരം 2 നേരവും നമസ്കരിച്ചാൽ, അല്ലെങ്കിൽ രാവിലെ ഒരു പ്രാവശ്യം വൈകുന്നേരം ഒരു പ്രാവശ്യം നമസ്കരിച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലോ, അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കാമല്ലോ. പക്ഷെ അങ്ങനെയല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതെന്നാണ്. മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ, മനുഷ്യ മനസ്സിൻ്റെ എല്ലാ ആരോഹണ അവരോഹണ ക്രമങ്ങളും നന്നായി അറിയുന്നവൻ്റെ സൃഷ്ടാവ് പ്രഭാതത്തിൽ എഴുന്നേറ്റാൽ ഉടനെ ആ നമസ്കാരം, കുറച്ച് കഴിഞ്ഞ് പ്രവൃത്തി മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് കഴിഞ്ഞ് വീണ്ടും പടച്ചവനോട് തിരിച്ചില്ല. അതായത് മനുഷ്യൻ അത്ര ശ്രമിച്ചാലും തെറ്റുകുറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ്. തെറ്റില്ലാത്ത മനുഷ്യനുണ്ടാവില്ല. ഞാൻ തെറ്റിയില്ല എന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല. അത് മനുഷ്യൻ്റെ പ്രകൃതത്തിലുള്ളതാണ്. തെറ്റുകുറ്റങ്ങളും പോരായ്മകളും മനുഷ്യന് സദാ ഉണ്ടായിക്കൊണ്ടിരിക്കും.
പിശാച് അവൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അതങ്ങനെ മാറിക്കൊന്നുമില്ല. അതൊരു പരീക്ഷണമാണ്. അത് എപ്പോഴും മരിക്കുന്നത് വരെ അവൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുന്നതിനാണ് തൗബ ഇസ്തിഗ്ഫാറൊക്കെ ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിക്ക് പറ്റാത്തത് ചെയ്തു പോകുമ്പോൾ ഉടനെ തന്നെ അള്ളാഹുലേക്ക് മടങ്ങാൻ, അതിന് ഏറ്റവും മനുഷ്യന് നിർബന്ധമായും മടങ്ങാനുള്ള ചാൻസാണ് നമസ്കാരം. 5 നേരം നിർബന്ധമായും നമസ്കരിക്കുക എന്ന് പറയുന്നത് തന്നെ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന ഈ എല്ലാ തെറ്റുകുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് തൗബ ചെയ്ത് ഫ്രഷ് ആവാൻ വേണ്ടിയാണ്, ഒരു മാനസികമായ ഒരു ഫ്രഷ്നെസ്സിന് വേണ്ടിയാണ്. നമ്മുടെ നമസ്കാരത്തിന് നമ്മുടെ ചൈതന്യവത്താക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ യഥാർത്ഥ നമസ്കാരമാകുന്നില്ല എന്നുള്ളതാണ്. അപ്പം നമസ്കാരം എപ്പോഴും നമുക്കൊരു പുതുജീവൻ നൽകണം എന്നുള്ളതാണ്. ഓരോ നമസ്കാരം ഇങ്ങനെ കഴിയും തോറും നമുക്ക് കൂടുതൽ കൂടുതൽ ആവേശമുണ്ടായിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുമ്പോൾ അള്ളാഹുവിനോട് വിശ്വസിച്ചനുസരിച്ചാണ്, അള്ളാഹുവിലുള്ള വിശ്വാസം അനുസരിച്ച് പ്രാർത്ഥന അനുസരിച്ച് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലനം ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിൽ നല്ല പ്രവർത്തനം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അള്ളാഹുവിനുള്ള ഒരു അനുഗ്രഹമാണ്, ഒരു തൗഫീഖാണ്. നമ്മൾ അവനുമായുള്ള ബന്ധം കണക്കിലെടുത്താണ് നമുക്ക് തൗഫീഖ് കൂട്ടിയും കുറച്ചൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല തരുന്നത് എന്നൊരു മറ്റൊരു തലത്തിലുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ആരാധനയുടെ വ്യത്യസ്തങ്ങളായ ഒരുപാട് ഉൾപ്പിരിവുകൾ ഖുർആനിലൂടെ പല സ്ഥലങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് മാതാപിതാക്കളോട് നന്മയിൽ വർത്തിക്കുക എന്ന്. അത് കഴിഞ്ഞ ശേഷം പിന്നെ പറയുന്ന ഒരു സംഗതി, വആതി ദൽ ഖുർബ ഹഖ്ഖഹു വൽ മിസ്കീന വബിനിസ് സബീൽ വലാ തുബദ്ദിർ തബ്ദീറ. അതായത് അടുത്ത കുടുംബ ബന്ധമുള്ള ആളുകൾക്ക് അവൻ്റെ ഹഖ് എന്ന് പറഞ്ഞാൽ അവൻ്റെ അവകാശം നീ നൽകുക, അഗതിക്ക് മിസ്കീനും കൊടുക്കുക, വബിനിസ് സബീൽ വഴിപോക്കൻ അല്ലെങ്കിൽ തെരുവിൻ്റെ സന്താനങ്ങൾ അല്ലെങ്കിൽ യാചകർ, അങ്ങനെ ഒരുപാട് അർത്ഥം അതിന് കൽപ്പിക്കാവുന്നതാണ്. അതായത് മറ്റുള്ളവരൊന്ന് സഹായിക്കാനില്ലാതെ അല്ലെങ്കിൽ സഹായഹസ്തങ്ങളില്ലാതെ നടക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. നല്ല പണക്കാരനായ ഒരാൾ ഒരു യാത്രയിലാവുമ്പോൾ പലപ്പോഴും അയാൾ നിസ്സഹായനാവുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും, അയാളെയും ഇതിൽ പെടുത്താമെന്നുള്ളതാണ്. അതുപോലെ തെരുവിൻ്റെ സന്താനങ്ങൾ, ഇങ്ങനെ ഒരുപാട് ആളുകൾ, അശരണരായ ആലംബഹീനരായ ആളുകൾ സമൂഹത്തിലുണ്ട്. അവർക്കൊക്കെ ചില അവകാശങ്ങളുണ്ട്. ഓരോ മനുഷ്യരോട് പറയാം, അവർക്കൊക്കെ ചില അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളൊക്കെ നീ കൊടുത്തു വിടണം. അത്തരം അവകാശങ്ങൾ കൊടുക്കാതെ അതെല്ലാം കൈവശം വെച്ചുകൊണ്ട് വല്ലാ തുബദ്ദിർ തബ്ദീറ, നീ ദുർവ്യയം ചെയ്യരുത്. ദുർവ്യയത്തിനെ കുറിച്ചൊക്കെ ഒരുപാട് വിശദമായി മുമ്പ് പലപ്പോഴും സംസാരിച്ചാണ്. ദുർവ്യയം എന്താണെന്ന് നമ്മുടെ മനസ്സാക്ഷി തന്നെ യഥാർത്ഥത്തിൽ നമ്മളോട് പറഞ്ഞത്. നമ്മുടെ ഈമാൻ്റെ ആഴമനുസരിച്ച് ദുർവ്യയത്തിൻ്റെ തോത് നമുക്ക് മാറ്റി തന്നെ ചെയ്യേണ്ടി വരും. നല്ല ശക്തമായ ഈമാൻ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ചെറിയ ഒരു പണി പോലും ദുർവ്യയമായി തോന്നിയിട്ട് മനസ്സ് നമ്മളെ പഠിപ്പിക്കുമ്പോൾ അതിൽ നമ്മൾ മാറി നിൽക്കേണ്ടി വരും. ഇന്നൽ മുബദ്ദീന കാനൂ ഇഖ്വാന ശയാത്തീൻ. അതായത് ഈ ദുർവ്യയം ചെയ്യുന്ന ആളുകൾ പിശാചിൻ്റെ സഹോദരന്മാരാണ്. വകാന ശൈത്വാനു ലിറബ്ബിഹി ഗഫൂറ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ രക്ഷിതാവിൻ്റെ ശത്രുവാണ് അല്ലെങ്കിൽ നിഷേധിയാണ്, രക്ഷിതാവിനോട് നന്ദി കെട്ടവനാണ് ഷൈത്താൻ എന്ന ഖുർആനിൽ പല സ്ഥലത്തും എടുത്തെടുത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം. ഫത്തഖിദൂഹു അദുവ, നിങ്ങൾ അവനെ അദൂ എന്നുള്ള നിലയ്ക്ക്, ശത്രു എന്നുള്ള നിലയ്ക്ക്, നിങ്ങൾ പ്രത്യക്ഷ ശത്രുവാണ്. ആ ശത്രു എന്നുള്ള നിലയ്ക്ക് തന്നെ അവനെ നിങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അവലം യറൗ അന്നല്ലാഹ യബ്സുത്തു റിസ്ഖ ലിമൻ യശാ വയഖ്ദിർ. മറ്റൊരു സ്ഥലത്ത് സൂറത്തുൽ റൂമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുമായി ബന്ധപ്പെട്ട ഒരായത്ത് പറയുന്നത് കൂടുതൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് ഉപകാരപ്രദമാവുന്നു. അവലം യറൗ, അവർ കാണുന്നില്ല എന്നാണ്. അന്നല്ലാഹ യബ്സുത്തു റിസ്ഖ ലിമൻ യശാ വയഖ്ദിർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകൾക്കെന്നല്ല, അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവന് പ്രൊവിഷൻ, ജീവിത വിഭവങ്ങൾ വിശാലമാക്കുകയും ചില ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കുറച്ച് നിയന്ത്രിച്ച് നൽകുകയും ചെയ്യും, പരിമിതമാക്കുകയും ചെയ്യും. ഇന്ന ഫീ ദാലിക ലആയാതിൽ ഖൗമിൻ യുഅ്മിനൂൻ. വിശ്വസിക്കുന്ന ജനതയ്ക്ക് ഈ ഒരു വിതരണക്രമത്തിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കാണാൻ കഴിയും എന്നല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അതുകൊണ്ട് കിട്ടിയവൻ, നൽകപ്പെട്ടവൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ട സംഗതി, ഈ പ്രപഞ്ചം അള്ളാഹുവിൻ്റെതാണ് എന്നതുപോലെ മനുഷ്യൻ അള്ളാഹുവിൻ്റെതാണെന്നതുപോലെ ഓരോ മനുഷ്യനും നൽകുന്ന വിഭവങ്ങളും അള്ളാഹുവിൻ്റെതാണ്. ഒരു മനുഷ്യൻ്റെ ഈമാനോ അവൻ്റെ നൈപുണ്യമോ അവൻ്റെ കഴിവോ അവൻ്റെ മറ്റെന്തെങ്കിലും ഗോത്രമഹിമയോ എന്തെങ്കിലും നോക്കിയിട്ടല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല വിഭവങ്ങൾ നൽകുന്നതെന്നുള്ള. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നൽകുന്ന സംഗതി പ്രതിഫലം എന്നുള്ള നിലയ്ക്കല്ല, പരീക്ഷണം. നബ്ലുക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. നമുക്ക് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ പ്രതിഫലം കൊണ്ടാണ് അത് ലഭിച്ചത് എന്നാരും കണക്കാക്കി കളയേണ്ടതില്ല.
അത് പരീക്ഷണമായിട്ടാണ് നൽകുന്നത്. പ്രതിഫലം പൂർത്തിയാക്കുന്നത് പരലോകത്ത് വെച്ചാണ് എന്ന് ഖുർആനിൽ അടിക്കടി എടുത്ത് പറയുന്നുണ്ട്. ഇവിടെ നന്മ നൽകിയാലും തിന്മ നൽകിയാലും അത് നമുക്കുള്ളൊരു പരീക്ഷണമായിരിക്കും. ഈ ഒരു യാഥാർത്ഥ്യം ബോധ്യമാകുമ്പോൾ അല്ലാഹു അലീമുൻ സമീഉൻ ഹക്കീമും ആണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പടച്ചവൻ എല്ലാം കാണുന്നവനാണ്, എല്ലാം കേൾക്കുന്നവനാണ്, ഓരോരുത്തരുടെയും സാഹചര്യത്തെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവനാണ്. ആർക്ക് എന്താണ് വേണ്ടത്, എന്ത് കൊടുത്താലാണ് അവൻ്റെ ആവശ്യങ്ങൾ നിറവേറുക, അവൻ്റെ മനസ്സ് സംതൃപ്താക്കുക എന്നൊക്കെ അള്ളാഹ്ക്ക് നന്നായിട്ടറിയാം. അതിനനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കും. അത് അള്ളാഹുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് കുറഞ്ഞ പരിമിതമായ വിഭവങ്ങൾ കൊണ്ട് തന്നെ സംതൃപ്തി അല്ലാഹു തആല നൽകും. പടച്ചവനുമായിട്ട് ബന്ധം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും അള്ളാഹുവിൻ്റെ സ്മരണ വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ പിശാചായിരിക്കും. പിശാചാണ് അവൻ്റെ ബോൺ കമ്പാനിയൻ, അതായത് അവൻ്റെ ഏറ്റവും അടുത്ത തൊഴൽ. പിശാച് ഒരിക്കലും മനുഷ്യനൊരു സംതൃപ്തി നൽകുന്ന തരത്തിലുള്ള ഉപദേശം നൽകാറില്ല. ഗ്രീഡ്, അതായത് കൂടുതൽ ആർത്തി, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ തത്തിക്കളിക്കുന്ന ആർത്തി മനസ്സിലിളക്കി വിടുന്നത് യഥാർത്ഥത്തിൽ പിശാചാണ്. അപ്പോൾ അള്ളാഹുമായി ബന്ധപ്പെട്ടാലേ യഥാർത്ഥത്തിൽ വിഭവങ്ങളുടെ പരിമിതിയിൽ പോലും സമാധാനം ഉണ്ടാകാൻ പറ്റും. വിഭവങ്ങൾ അധികമാകുമ്പോഴും അള്ളാഹുമായി ബന്ധപ്പെട്ടില്ലെങ്കിൽ പിശാച് അവിടെ കുഴപ്പമുണ്ടാക്കുന്നതാണ്. ഇല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം പരീക്ഷിക്കുമ്പോൾ അത് എളുപ്പം അതിജയിക്കാൻ പറ്റുന്നൊരു പരീക്ഷണമായിരിക്കും. കാരണം അവനടുത്ത് ഇല്ലല്ലോ. അതേസമയം എന്തെങ്കിലും നൽകപ്പെട്ടവനെ പരീക്ഷിക്കുമ്പോൾ പലപ്പോഴും ആലസ്യമുണ്ടായി മറന്നു പോകുന്നതാണ്. ഈ വിഭവങ്ങൾ കൈകാര്യം ചെയ്യുന്ന തിരക്കിനിടയിൽ പലപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശങ്ങൾ മറന്നുപോകും. അതുകൊണ്ട് അല്ലാഹു തആല എടുത്തറിയും വആതിദൽ ഖുർബ ഹഖഹു വൽ മിസ്കീന. അപ്പോൾ അതുകൊണ്ട് കിട്ടിയവൻ ആർക്കാണോ ലഭിച്ചത് അവർ ഹക്ക്, അപ്പോൾ സക്കാത്ത് ധർമ്മങ്ങൾ മുതലായ സംഗതികൾ, ദാനധർമ്മങ്ങൾ മുതലായ സംഗതികൾ പലപ്പോഴും കൊടുക്കുന്ന നമ്മൾ ഒരു യാചകന് പൈസ കൊടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കുന്നു അല്ലെങ്കിൽ കുറഞ്ഞു പോകുമെന്നൊരു മനോഭാവം പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും എന്നുള്ള സംശയമില്ല. അതിനെ അതിജയിച്ച് കൊടുക്കാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആ സദഖയുടെ പുണ്യം കിട്ടുകയും അതിൻ്റെ ഹലാവത്ത്, അതിൻ്റെ മാധുര്യം നമുക്ക് ആസ്വദിക്കുകയും ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടേതാണ്, അള്ളാഹ് നൽകിയതാണ് എന്ന ദൃഢബോധ്യം ഉണ്ടെങ്കിൽ ഇത് കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതിലെ ഓണർഷിപ്പിൽ, ഉടമസ്ഥാവകാശത്തിൽ കുറച്ച് നമ്മളും കൂടി ഉണ്ട്, നമ്മുടെ അധ്വാനവും കൂടി ഉണ്ട് എന്ന തരത്തിലുള്ള ചിന്താഗതിയാണെങ്കിൽ കൊടുക്കുമ്പോൾ പലപ്പോഴും വിഷമം അനുഭവപ്പെടും. ഈ അധ്വാനത്തിൻ്റെ മൂലധനവും അള്ളാഹു നൽകിയതാണ് എന്നതിലേക്കാണ് മടക്കേണ്ടത്. നമ്മൾ അധ്വാനിക്കാതെ കിട്ടുമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അധ്വാനിപ്പിക്കുന്നത് നമുക്ക് നല്ല വഴി കാണിച്ചു തരുന്നത്, അധ്വാനത്തിന് ആരോഗ്യം നൽകുന്നത്, നല്ല നിലയിൽ കൊണ്ടുനടക്കുന്നത്, നമുക്ക് വേണ്ട ആ സൗകര്യങ്ങൾ ഒരുക്കിത്തരുന്നത്, വാഹനങ്ങൾ ഒരുക്കിത്തരുന്നത്, സാധന സാമഗ്രികൾ കൊണ്ടുപോകാനും മാറ്റപ്പെടാനും ഒക്കെയുള്ള സൗകര്യം ചെയ്തു തരുന്നത്, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ചെയ്യുന്നത് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഇത് ഉള്ളിലേക്ക് അങ്ങ് കയറുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് മനസ്സിലാക്കും. അപ്പോൾ ഈ ദാനധർമ്മങ്ങൾ ഉള്ളവൻ്റെ ഔദാര്യമല്ല, ഇല്ലാത്തവൻ്റെ അവകാശമാണ് എന്നാണ് ഇസ്ലാമിക് ഇക്കണോമി പറയുന്നത്. ഇങ്ങനെ ഒരു സംവിധാനം ഇപ്പോൾ ഇവിടെ ഒരു ലോകത്ത് ഒരുപാട്, ഇപ്പോൾ സോഷ്യലിസ്റ്റ് എക്കണോമി ഉണ്ട്, മിക്സഡ് എക്കണോമി ഉണ്ട്, ക്യാപിറ്റലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് എക്കണോമി ഉണ്ട്. പല പലതരത്തിലുള്ള സാമ്പത്തിക തത്വശാസ്ത്രങ്ങളും അനുസരിച്ച് ലോകം ഭരിക്കുന്നുണ്ട്. ഇന്ത്യയെ പോലെയുള്ള മിക്സഡ് എക്കോണമിയുള്ള രാജ്യങ്ങളുണ്ട്, അമേരിക്കയെ പോലെയുള്ള ക്യാപിറ്റലിസ്റ്റ് എക്കണോമി ഉള്ള രാജ്യങ്ങളുണ്ട്, അതുപോലെ കമ്മ്യൂണിസ്റ്റ് എക്കണോമിയുള്ള രാജ്യങ്ങൾ. ഇവരുടെ ഒന്നും സംഗതികളിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം അധ്വാനം, മറ്റു സംഗതി കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഈ ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ ഉടമസ്ഥാവകാശം ഏകനായ അള്ളാഹുവിനാണ്, മനുഷ്യർക്ക് അതിൽ പ്രത്യേക ഉടമസ്ഥാവകാശമൊന്നുമില്ല. അപ്പം നൽകപ്പെട്ടവൻ ഇല്ലാത്തവന് കൊടുക്കുന്നത് ഇല്ലാത്തവന്റെ അവകാശമാണ് എന്നുള്ളതിൽ ഇത് പ്രഖ്യാപിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇത് ഖുർആനിൽ മാത്രമല്ല, നേരത്തെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. വളരെ മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ച ഒരു സംഗതിയാണെന്നുള്ളതാണ്. ഇല്ലാത്തവന്റെ അവകാശമാണുള്ളത്. കാരണം ഇല്ലാത്തവനായി സൃഷ്ടിച്ചതും ഉള്ളവനായി സൃഷ്ടിച്ചതും എല്ലാം അറിയുന്ന യുക്തിജ്ഞനായ മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആണ്. ഈ ഒരു യാഥാർത്ഥ്യം അംഗീകരിക്കുമ്പോഴേ നമ്മുടെ മനസ്സ് താഴ്മയിൽ വരുള്ളൂ എന്നുള്ള. അപ്പം എന്തെങ്കിലും ലഭ്യമായതിൻ്റെ പേരിൽ അഹങ്കരിക്കാതിരിക്കുള്ളൂ, അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് വളരെ വിനീതനായി പ്രവർത്തിക്കുള്ളൂ എന്നുള്ളതാണ്. അതായത് മിസ്കീൻ വബിനിസ്ബിലി ദാലിക ഖൈറുൻ ലില്ലദീന യുരീദൂന വജ്ഹല്ലാഹി ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഈ പറഞ്ഞ സംഗതി, അതായത് ഈ കൊടുക്കുക മിസ്കീനും അതുപോലെ തന്നെ കുറേ ആളുകൾ എന്നെ പറഞ്ഞിട്ടുണ്ട്, അത് ഇവിടെ പറയേണ്ട ആവശ്യമില്ല, പലപ്പോഴും സന്ദർഭവശാൽ സംസാരിച്ചാണ്. ഈ കൊടുക്കുന്ന സംഗതി ഉണ്ടല്ലോ, അവരുടെ അവകാശം കൊടുത്തു വീട്ടുന്ന ആളുകൾ അവർ അള്ളാഹുവിൻ്റെ വജ്ഹിനെ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നന്മയാണ് എന്നുള്ളത്. അപ്പം സക്കാത്ത് ആരും നിർബന്ധപൂർവ്വം കൊടുക്കേണ്ടതില്ല, തൃപ്തിയോടുകൂടി കൊടുത്താൽ മതി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതായത് പിടിച്ചെടുക്കപ്പെടുന്ന സക്കാത്തിന് തൃപ്തിയോടുകൂടി കൊടുക്കുന്ന സക്കാത്തിന്റെ കൂലി കിട്ടൂല എന്ന് വ്യംഗ്യമായി ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുക.
അതായത് പിടിച്ചെടുക്കുന്നത് ഗവൺമെൻറ് പിടിച്ചെടുക്കാൻ വേണ്ടി, ഇസ്ലാമിക ഗവൺമെൻറ് പിടിച്ചെടുക്കാൻ ചില നിയമങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ സക്കാത്ത് അറിഞ്ഞുകൊണ്ട് തന്നെ കൊണ്ടുകൊടുത്ത സഹാബ കിറാങ്ങളുടെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. കൃത്യമായും തന്നെ ഒരു പൈസ ഉണ്ടായാൽ ഞാൻ സക്കാത്ത് കൊടുക്കും, അല്ലെങ്കിൽ വിളവുണ്ടായി കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ആ ഫലത്തിൽ നിന്ന് ഞാൻ കൊടുക്കും എന്നൊരു ചിന്താഗതി വിത്ത് നടുമ്പോഴേ ഉണ്ടാകുന്ന ഒരു മനോഭാവത്തെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുവിൻ്റെ വജ്ഹ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് ഖൈറാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ വജ്ഹ് പരലോകത്തിന് ലക്ഷ്യം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവരോട് സക്കാത്തിനെ സംബന്ധിച്ച് വഴക്ക് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അവർ സാധാരണ ടാക്സ് പിരിക്കുമ്പോൾ പിടിച്ചെടുത്തിട്ട് കൊടുക്കുക എന്നുള്ളത് ഈ ഭൗതിക ജീവിതത്തിൻ്റെ ക്രമസമാധാനം നിലനിർത്താനുള്ള ഒരു സംഗതി മാത്രമാണ്, അല്ലാതെ പരലോകത്തിൻ്റെ പുണ്യത്തിന് വേണ്ടിയല്ല എന്നുള്ളതാണ്. അപ്പോൾ സക്കാത്തിനെ സംബന്ധിച്ച് വെറും സക്കാത്ത് മാത്രമല്ല, ധർമ്മത്തെ സംബന്ധിച്ച് ഇവിടെ സക്കാത്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഈ അന്തരം വലുതാണ് ആധുനിക ലോകത്ത്. ഒരാളിന് 3 ലക്ഷം 4 ലക്ഷം രൂപ മാസം വരുമാനമുണ്ട്, 52 കോടി മാസ വരുമാനമുള്ള ആളുകളൊക്കെ ഈ രാജ്യത്ത് തന്നെ ജീവിക്കുന്നുണ്ടെന്നാണ്. അതേസമയം 1000 രൂപ മാസ വരുമാനം ഇല്ലാത്ത ആളുകൾ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ഇത്രയും വലുതാവാൻ പാടില്ല എന്നുള്ളത് കർശനമായി ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഒരു സംഗതിയാണ്. അതായത് പ്രാഥമിക ജീവിതാവശ്യങ്ങൾക്ക് ഒരു പൗരനും മറ്റാരെയും ആശ്രയിക്കാത്ത നിലയിലുള്ള ധനവിതരണ ക്രമം വരണം. അല്ലാത്തടത്ത് ഈ ധനവാൻ നടത്തുന്നതൊക്കെ ദൂർത്തായി പരിഗണിക്കുന്നുള്ള. അപ്പോൾ അത്തരം ഒരു സാമ്പത്തിക സംവിധാനമൊന്നും യഥാർത്ഥത്തിൽ ഒരു സ്ഥലത്ത് നടപ്പാക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഈ ഇസ്ലാമിക സാമ്പത്തിക സംവിധാനം മുൻകാലങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൊട്ടുടനെ ഖുലഫാ റാഷിദീങ്ങളുടെ കാലത്ത്, അതുപോലെ അമവി ഭരണാധികാരികളുടെ കാലത്ത്, അബ്ബാസി ഭരണാധികാരികളുടെ കാലത്തൊക്കെ ലോകത്തിൻ്റെ പല ഭാഗത്തും നടപ്പാക്കിയിരുന്ന സംഗതിയാണ്. ഒരു സ്ഥലത്ത് സക്കാത്ത് പിരിച്ചാൽ അവിടെ സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്തതുകൊണ്ട് ബൈത്തുൽ മാലിലെ ഖജനാവിലേക്ക്, സെൻട്രൽ കമ്മിറ്റിയിലേക്ക് കൊടുത്തയച്ച ഒരുപാട് അനുഭവങ്ങൾ ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള. അപ്പോൾ ഇതൊക്കെ നടപ്പാക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ മനുഷ്യർ ഓരോരുത്തരും വ്യക്തിപരമായി ശുദ്ധിയുള്ള ഈമാനുള്ള ആളുകളായി മാറണം. ആദ്യം വ്യക്തിക്ക് ഈമാൻ ഉണ്ടാവണം, അവൻ്റെ പ്രാർത്ഥന ഉണ്ടാവണം, അതിന് ബർക്കത്ത് കിട്ടണം, അത് കുടുംബത്തിലേക്ക് പകരണം. അങ്ങനെ കുടുംബങ്ങൾ സമൂഹങ്ങളായി മാറുമ്പോഴേ യഥാർത്ഥത്തിൽ നടപ്പാക്കാൻ പറ്റൂ. അല്ലാതെ ഒരുപാട് ആളുകളെ കൂട്ടി ഒരു ബാങ്ക് ഉണ്ടാക്കി അതിന് ഇസ്ലാം എന്ന പേരിട്ടുകൊണ്ട്, അല്ലെങ്കിൽ നിയമം നിർമ്മിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിയമലംഘനം നടത്തുന്നവരെ കോടതിയിൽ പിടിച്ച് ശിക്ഷിച്ച് ജയിലിലിട്ടുകൊണ്ടൊന്നും യഥാർത്ഥത്തിൽ ഈ ഇസ്ലാമിക സാമ്പത്തിക സംവിധാനം നടപ്പാവില്ല എന്നുള്ളതാണ്. ഇവിടെ ഒരുപാട് പഴുതുകളുണ്ട്, മനുഷ്യനെ പറ്റിക്കാനുള്ള ഒരുപാട് പഴുതുകളുണ്ട്. പക്ഷെ അള്ളാഹുവിനെ പറ്റിക്കാൻ ഒരു പഴുതുമില്ല എന്നതുകൊണ്ട് ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥിതി സമൂഹത്തിൽ ഭംഗിയായി നടപ്പാക്കണമെങ്കിൽ സമൂഹത്തിൽ അത് നടപ്പെടുന്ന ആളുകളെങ്കിലും നല്ല തഖ്വയുള്ളവരും പരലോകത്തെ സംബന്ധിച്ച് ശരിയായ നിലയിലുള്ള പ്രതീക്ഷ ബോധമുള്ളവരും അള്ളാഹുവിൻ്റെ വജ്ഹ് തൃപ്തി കാംക്ഷിക്കുന്നവരുമാവണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ സക്കാത്ത് കൊടുക്കുന്ന ആളുകളെ കുറിച്ച്, അതായത് അവർ സ്വർഗസ്ഥരായ ആളുകൾ, സ്വർഗം അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ, അവർ രാത്രിയിൽ നിന്ന് അല്പം മാത്രമേ ഉറങ്ങാറുള്ളൂ എന്ന്. ഇത്തരം ആളുകളുടെ പൈസയിലാണ് യഥാർത്ഥത്തിൽ ഈ മറ്റുള്ളവർക്ക് അവകാശം ഉണ്ടെന്ന് പറഞ്ഞത്. എവിടെന്നെങ്കിലും കച്ചവടം ചെയ്ത് കുഴപ്പമുണ്ടാക്കി കുറെ പണം ഉണ്ടാക്കി അതിൽ മറ്റുള്ളവർക്ക് അവകാശം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ വജ്ഹ് പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. അവർ ഖലീലം മാ യഹ്ജഊൻ, മിനൽ ലൈലി ഖലീലം മാ യഹ്ജഊൻ, രാത്രിയിൽ വളരെ കുറച്ചേ ഉറങ്ങാറുള്ളൂ. അവർ ഉറക്കമൊഴിച്ചെന്ന് കണക്കൂട്ടല്ല. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, അവർ കച്ചവടത്തിൻ്റെ കണക്കല്ല കൂട്ടുന്നത്. ഹും യസ്തഗ്ഫിറൂൻ, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് സുഹൂറിൻ്റെ സമയം, അതായത് നമ്മളെ അത്താഴം കഴിക്കുന്ന സമയമുണ്ടല്ലോ, അതായത് സുബഹിക്കൊക്കെ മുമ്പുള്ള ആ സമയം, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അവർ അള്ളാഹുവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആളുകളാണ്. വഫി അംവാലിഹിം ഹഖ്ഖുൻ ലിസ്സാഇലി വൽ മഹ്റൂം, അവരുടെ പണത്തിൽ, അവരുടെ ധനത്തിൽ ഹഖ്ഖുൻ, അവകാശമുണ്ട്, ലിസ്സാഇലി വൽ മഹ്റൂം, അതായത് ഉപജീവനം തടയപ്പെട്ടവനും യാചിക്കുന്നവനും അല്ലെങ്കിൽ ചോദിക്കുന്നവനും അവകാശമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സക്കാത്തിൻ്റെ കാര്യം പറയുമ്പോൾ കുറേ എങ്ങനെയെങ്കിലും കുറേ പണക്കുണ്ടാക്കി അയാളോട് നീ സക്കാത്ത് കൊടുക്കുമെന്ന് ഇസ്ലാം പറയണേ ഇല്ല. അങ്ങോട്ട് തിരിഞ്ഞു നോക്കണ പ്രശ്നമില്ല. അള്ളാഹുവിൻ്റെ വജ്ഹിനെ ആരെങ്കിലും ലക്ഷ്യമാക്കിക്കൊണ്ട് കച്ചവടം നടത്തുകയും ജീവിക്കുകയും പണം സമ്പാദിക്കുകയും ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകിയിട്ടുണ്ട്. അവരോട് അള്ളാഹു പറയുന്നു, നിങ്ങൾ അള്ളാഹുവിൻ്റെ വജ്ഹ് പൂർത്തിയാകാൻ നിങ്ങളുടെ പണത്തിൽ കുറച്ച് അവകാശങ്ങൾ ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്, അവരുടെ അവകാശം കൊടുത്തോളൂ. മറ്റേത് കണക്ക് വേറെയാണ്, മറ്റേ കണക്ക് വേറെയാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കിക്കോളും. അതിനെ സംബന്ധിച്ച് ഖുർആനിലും ഹദീസിലൊന്നും പറയുന്നില്ല എന്നുള്ളതാണ്. പണത്തിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു തൃപ്തിപ്പെട്ട രീതിയിൽ നൽകുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് യാതൊരു ചെറിയ സൂചന മാത്രം മതി, പ്രവാചകന്റെ ഒരു സൂചന മാത്രം മതി അവർക്ക് അതിനെല്ലാം എല്ലാ സംവിധാനങ്ങളും ഒരുക്കാനുള്ളതാണ്. അപ്പോൾ ഇത്തരം ആളുകൾക്ക് യഥാർത്ഥത്തിൽ
അവരൊരിക്കലും തബ്ദീൽ നടത്തൂല. അമിതവ്യം തസ്രീഫ്, അതായത് ഇസ്രാഫും തബ്ദീറും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമിതവ്യവും ദുർവ്യയവുമാണ്. ദുർവ്യയത്തെ വളരെ ശക്തമായി അവലംബിക്കുകയും അതുപോലെ തന്നെ അമിതവ്യയത്തെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ ഓരോരോ നാട്ടിൻ്റെയും ആ കുടുംബത്തിൻ്റെയും ആളുകളുടെയും ചുറ്റുപാടനുസരിച്ച് ഏറിയും കൂറിയും ഒക്കെ ഇരിക്കുന്നതാണ്. പക്ഷെ മൊത്തം നാട്ടിൻ്റെ സ്ഥിതിയിൽ മറ്റുള്ളവർക്ക് ഒന്നും ഇല്ലാതെ ഇരിക്കുന്ന ഒരു പ്രത്യേക ചുറ്റുപാടിൽ നമ്മൾ അവരെക്കാൾ ഉയർന്ന നിലയിൽ ജീവിക്കുന്നവരാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് ഒരുപാട് പണം ചെലവഴിച്ച് പല സംഗതികളും ചെയ്യുമ്പോൾ അത് തബ്ദീറിലും അതുപോലെ ഇസ്റാഫിലും ഒക്കെ പെടും എന്നതാണ് അള്ളാഹു നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. അത് ഓരോരുത്തരും സൂക്ഷിക്കുക എന്നുള്ളതാണ്. ആരെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ സമൂഹത്തെയോ അല്ല അള്ളാഹ് ഇവിടെ അഭിസംബോധന ചെയ്യുന്നത്, മനുഷ്യരെ വിശ്വാസികളെ ഒന്നായി അഭിസംബോധന ചെയ്തുകൊണ്ട് അത് സൂക്ഷിക്കണം എന്നുള്ളത്. അതോടൊപ്പം തന്നെ മാതാപിതാക്കൾ, അടുത്ത കുടുംബങ്ങൾ, അഗതികൾ മുതലായ ആളുകൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും. പക്ഷേ ജീവിത പ്രയാസങ്ങളുടെ ഇടയിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം തേടി അവരിൽ നിന്നും മാറി നിൽക്കേണ്ട, ഒഴിഞ്ഞു നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാകുകയും അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുമ്പോൾ നീ അവരോട് മാന്യമായ വാക്കുകൾ, കിട്ടിയാൽ നൽകാമെന്ന മാന്യമായ വാക്കുകൾ ഓരോരുത്തരും ബാധകമാണ്. നമുക്ക് ഓരോരുത്തർക്കും ഹക്കുണ്ട്. അത് പണക്കാരനും പണം ഇല്ലാത്തവനും മാത്രമല്ല, മറ്റൊരാളിനേക്കാൾ ഒരു അല്പം മെച്ചം നമുക്കുണ്ടെങ്കിൽ നമുക്ക് അവനോട് ഹക്കുണ്ട് എന്നുള്ള. അപ്പോൾ അതേസമയം നമ്മുടെ ആവശ്യം പൂർത്തീകരിക്കാൻ പറ്റാതെ നമ്മൾ പല തിരക്കിലുമായിരിക്കും. ആ സമയത്ത് നമ്മുടെ ആവശ്യത്തിന് തന്നെ പൂർത്തീകരണം കിട്ടാതിരിക്കുമ്പോഴാണ് മറ്റവൻ്റെ ആവശ്യം വരുന്നത്. നമുക്ക് ആശ ഉണ്ടെങ്കിലും കൊടുക്കാൻ കാശില്ലാത്ത അവസ്ഥ ഉണ്ടാവും. ഇത്തരം സന്ദർഭങ്ങൾ മനുഷ്യ ജീവിതത്തിലുണ്ടാവും എന്നുള്ള സുബ്ഹാനഹു വ തആല പറയാം. അന്നേരം നീ അവരോട് മാന്യമായ വാക്കുകൾ പറയുക, നല്ല നിലയ്ക്ക് പറയുക. അള്ളാഹു അനുഗ്രഹിച്ചാൽ ഉണ്ടെങ്കിൽ എത്തിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ ഉപദേശം, അങ്ങനെ സംഗതികൾ പറയാ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സംഗതി, വലാ തജഅൽ യദക മഗ്ലൂലതൻ ഇലാ ഉനഖിക വലാ തബ്സുതുഹാ കുല്ലൽ ബസ്ത്, അതായത് നിന്റെ കൈ നീ പിരടിയോട് ബന്ധിച്ചിടരുത്, അങ്ങനെ തുറന്നിടുകയും ചെയ്യരുത്. എന്ന് പറഞ്ഞാൽ നീ ഒരു പിശുക്കൻ ലുബ്ധനുമാവരുത്, നീ ഒരു ധാരാളിയുമാവരുത് എന്നുള്ള. സമ്പത്ത് കൈകാര്യം ചെയ്യുന്നതിന് അള്ളാഹു തആല അങ്ങനെ പല മാതാപിതാക്കളുടെ നന്മ പറഞ്ഞ ഉടൻ തന്നെ പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന പറയാം. നീ ഒരു ലുബ്ധനാവരുത്, ആവശ്യങ്ങൾക്ക് ചെലവഴിക്കാതെ ലുബ്ധനാവരുത്. അതുപോലെ ഇങ്ങനെ കൈ അങ്ങനെ നിവർത്തിയിട്ട് കൊടുക്കരുത് എന്ന് പറയാം. അങ്ങനെ ചെയ്താൽ ഫതഖഉദ മലൂമൻ മഹ്സൂറ, അപ്പോൾ നീ വളരെ നിന്ദിനായി ഇരുന്നു പോകും, കഷ്ടപ്പെടുന്നവനായി ഇരുന്നു പോകും, അല്ലെങ്കിൽ നിന്ന് നാം അങ്ങനെ ആക്കിക്കളയും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ധാരാളിത്തം കാണിച്ചാൽ, ലുബ്ധി കാണിച്ചാൽ, ഒരുപാട് ലുബ്ധി കാണിച്ചിട്ട് പലതൊക്കെ സമ്പാദിച്ചു വെച്ചാൽ എന്തെങ്കിലുമൊക്കെ രോഗം വരികയോ അല്ലെങ്കിൽ ഇങ്ങണ്ടാക്സാർ പിടിച്ചോണ്ട് പോയോ അല്ലെങ്കിൽ കള്ളൻ അടിച്ചോണ്ട് പോയോ തീ കത്തിപ്പോവുകയോ വെള്ളപ്പൊക്കം കയറി കൊണ്ടുപോയോ ഒക്കെ ചെയ്യും. ഇതൊക്കെ അള്ളാഹുവിന് എളുപ്പമുള്ളൊരു സംഗതിയാണ്. അതുപോലെ ധാരാളിത്തം കാണിക്കാം, പണം എനിക്കൊരു പ്രശ്നമില്ല എന്നുള്ളതിൽ ധാരാളിത്തം. ഇങ്ങനെ ചെയ്താലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ അതിനകത്തുണ്ടാവും. നിന്നെ നാം അങ്ങനെ ആക്കും എന്ന വ്യംഗ്യമായ സൂചനയാണ്. ഫതഖഉദ മലൂമൻ മഹ്സൂറ, നീ വളരെ നിന്ദിതനായും കഷ്ടപ്പെടുന്നവനായും ഇരുന്നു പോകും അങ്ങനെ നീ ചെയ്താൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായി താക്കീത് ചെയ്യുന്നു. ഒരു കാര്യം കൂടി അടിവരയിട്ട് അവിടെ തന്നെ പറയുന്നു, ഇന്ന റബ്ബക യബ്സുതു റിസ്ഖ ലിമൻ യശാ, നിന്റെ രക്ഷിതാവാണ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ വിഭവങ്ങൾ വിശാലമാക്കി നൽകുന്നത്, വയഖ്ദിർ, പരിമിതപ്പെടുത്തി നൽകുന്നു, ഇന്നഹു കാന ബിഇബാദിഹി ഖബീറൻ ബസീറ, രക്ഷിതാവ് അവൻ്റെ അടിമകളെ സംബന്ധിച്ച് വളരെ സൂക്ഷ്മമായി അറിയുന്നവനും കാണുന്നവനുമാണ് എന്ന കാര്യം മറക്കണ്ട എന്നുള്ളതാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു ബിൽ വാലിദൈനി ഇഹ്സാന എന്ന് മുതൽ തുടങ്ങി ഇനിയും കുറച്ച് ബാക്കി അവശേഷിക്കുന്നത്. ഈ ഭാഗം സൂറത്ത് ഇസ്രായേൽ അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ദൈനംദിന ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ സംഗതിയാണ്. ഇത് നമ്മൾ ഇവിടെ ഖുത്ബ കേട്ടുകൊണ്ട് മതിയാക്കരുത്. പോയിട്ട് ആ ഖുർആന്റെ ആയത്തുകൾ പല പ്രാവശ്യം പാരായണം ചെയ്യുകയും അതിൻ്റെ ആന്തരാർത്ഥവും പ്രകടമായ അർത്ഥവും ഒക്കെ ഉൾക്കൊള്ളാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഉൾക്കൊള്ളുകയും കുടുംബത്തിൻ്റെ ആളുകളെ പഠിപ്പിക്കുകയും ചെയ്യണം. അത് അനിവാര്യമായൊരു സംഗതിയാണ്. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ യൻബഗി ബിജലാലി വജ്ഹിഹി വഅദീമി സുൽത്താനിഹി സുബ്ഹാനക ലാ നഹ്സീ സനാഅൻ കമാ അസ്നൈത നഫ്സഹു ലകൽ ഹംദു ഹത്താ തർളാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം.
اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء أوصيكم وإياي ثانيا بتقوى الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്. ഈ ധനം കൈകാര്യം ചെയ്യുന്നിടത്തും ഭക്ഷണ വിഭവങ്ങൾ മുതലായ സംഗതികൾ ചെയ്യുന്നിടത്തും അതിൻ്റെ വിശദാംശങ്ങൾ നൽകുന്നിടത്ത് പലപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചിനെ പരാമർശിക്കുന്നതായി ഖുർആൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ومن الأنعام حمولة وفرشا كلوا مما رزقكم الله ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. അൻആമിൽ ഒരു സ്ഥലത്ത് അല്ലാഹു തആല പറയാം 114-ാമത്തെ ആയത്തിൽ, നിങ്ങൾക്ക് കാലികളിൽ നിന്ന് ഭാരം ചുമക്കുന്നതും അറുത്ത് തിന്നാൻ പറ്റുന്നതൊക്കെ ഒരുപാട് സംഗതികളെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ കഴിച്ചുള്ള മറ്റുള്ളവരുടെ അവകാശം കൊടുക്കുന്നതോടൊപ്പം വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ, അപ്പം പിശാചിൻ്റെ ചവിട്ടടിപ്പാടുകൾ നിങ്ങൾ അവിടെ പിന്തുടരുന്നത്. നേരത്തെ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ എന്ന് അല്ലാഹു തആല പറഞ്ഞു. അപ്പം പിശാച് എപ്പോഴും മനുഷ്യ മനസ്സിൽ കളിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് മനുഷ്യനെ ഉപദ്രവിക്കുന്നത് ഈ ഭക്ഷണ പാനീയങ്ങൾ ഉപയോഗിക്കുന്നിടത്തും ധനം ഉപയോഗിക്കുന്നിടത്തുമാണ് എന്ന് ഖുർആനിൻ്റെ പല ഭാഗത്തും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നല്ല രുചിയുള്ള സാധനമാണ് ഭക്ഷണം. ഈ ഭക്ഷണം ഇങ്ങനെ അമിതമായി അടിച്ചുവിടുക മനുഷ്യനൊരു താല്പര്യമുണ്ട്. അത് അവന് കേടാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഒരുപാട് വാരിത്തിന്നൽ കേടാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മിതത്വം പാലിക്കുന്നിടത്ത് പറയുന്നിടത്തൊക്കെ പലയിടത്തും പിശാചിൻ്റെ ചവിട്ടടിപ്പാടുകളെ പിന്തുടരുതെന്ന്, അതുപോലെ തന്നെ ധനം ചെലവഴിക്കുന്നിടത്ത് പിശാചിനെ പിന്തുടരുത് എന്നുള്ളത്. ഈ പിശാച് എപ്പോഴും മനുഷ്യ മനസ്സിൽ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇന്നഹു വസ്സമീഉൽ അലീം. ഇന്നല്ലദീന തഖൂ ഇദാ മസ്സഹും ത്വായിഫുൻ മിനശ് ശൈത്താനി തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന തഖ്വയുള്ള ആളുകൾക്ക് പിശാചിൻ്റെ ബാധയേറ്റാൽ അവർ അള്ളാഹുലേക്ക് അഭയം പ്രാപിക്കുകയും അപ്പോൾ അവർ ഉൾക്കാഴ്ച ഉള്ളവരാകുകയും ചെയ്യും. വഇഖ്വാനുഹും യമുദ്ദൂനഹും ഫിൽ ഗയ്, അതായത് പിശാചിൻ്റെ സഹോദരന്മാർ എപ്പോഴും ചെയ്ത പ്രവൃത്തി നല്ലതാണ് എന്ന് ന്യായീകരണങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കും. അപ്പം നമ്മുടെ ഓരോ പെരുമാറ്റവും പ്രവൃത്തിയും ലേശം മോശമാണെന്ന് നമുക്ക് തോന്നിയാൽ പിശാച് മോശമായിട്ടില്ല. അപ്പോൾ അതിന് ഒരുപാട് ന്യായീകരണങ്ങൾ കണ്ടെത്താൻ നമ്മുടെ മനസ്സ് നമ്മളോട് ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ മനസ്സിൻ്റെ നെഗറ്റീവ് ഫോഴ്സിനെ സംബന്ധിച്ചാണ് ഇവിടെ സ്ഥിരമായി ഖുർആനിൽ ഈ പല സ്ഥലങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പോസിറ്റീവ് ഫോഴ്സും നെഗറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു മലക്കിൻ്റെയും ഒരു പിശാചിൻ്റെയും. എപ്പോഴും നമ്മൾ അനുകൂലമായ ഒരു സാഹചര്യം, നമ്മളുടെ പ്രവർത്തനങ്ങളെ നന്നാക്കാനുള്ള ഒരു തൃഷ്ണ നമ്മുടെ ഭാഗത്തുണ്ടാകുമ്പോൾ നമ്മൾ സൂക്ഷിക്കണമെന്നാണ് ഈ പണ്ഡിതന്മാർ പറയുന്നത്. കാരണം അവിടെ പിശാചിൻ്റെ ഇടപെടലുണ്ടാവും. പേടിച്ചുകൊണ്ടായിരിക്കണം ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. നമ്മൾ ദുന്യാവിൽ ആരെങ്കിലും പേടിച്ചൊന്നുമല്ല, അള്ളാഹു ഇതെങ്ങനെ വിലയിരുത്തും, നാളെ പരലോകത്ത് ഹാജരാക്കുമ്പോൾ എന്തായിരിക്കും എൻ്റെ റിസൾട്ട് എന്നത് പേടിച്ചുകൊണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഏറ്റവും നല്ല ശുഭാപ്തി വിശ്വാസി പോലും ദുന്യാവിൽ ഉത്കണ്ഠാകുലനായിരിക്കും എന്നുള്ളതിന് ഒരുപാട് തെളിവുകൾ ഹദീസുകളിൽ നിന്ന് ഖുർആനിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കുത്തുവീണ് മറിഞ്ഞു വീണപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, പടച്ച തമ്പുരാനെ, അതായത് നിസ്ഫ് 50-50, അതായത് കുറ്റവും നന്മയും തിന്മയും ഒക്കെ പകുതി ആയിരുന്നെങ്കിൽ എൻ്റെ കാര്യം കഴിച്ചിലാകുമായിരുന്നു എന്നൊരു വാചകം അദ്ദേഹം പറയുകയുണ്ടായി. സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട ഒരു സഹാബി മരിക്കാൻ പോകുന്നതിന് കുറച്ച് മുമ്പ് പറയാ, പടച്ചോനെ, നന്മയും തിന്മയൊക്കെ സമമായിരുന്നെങ്കിൽ നിന്റെ ഔദാര്യത്തിന് ഞാൻ പ്രതീക്ഷിച്ച് വെച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കിളിയെ കണ്ടപ്പോൾ പറഞ്ഞു, എന്തൊരു രസമാണ് നിന്റെ ജീവിതം, ഞാൻ നിന്നെ പോലെ ആയിരുന്നെങ്കിൽ നിനക്ക് ഒരു ഉത്തരവും അള്ളാഹിനടുത്ത് ബോധിപ്പിക്കേണ്ടി വരുമല്ലോ, എൻ്റെ കാര്യം പരമ കഷ്ടമാണല്ലോ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുണ്ടായി. അതുപോലെ തന്നെ നാഫഖ ഹൻലല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സഹാബി റോഡിലൂടെ വിളിച്ചു കൂവി ഓടുന്ന ഒരു ഹദീസുണ്ട്. ഹൻലല എന്ന് പറയുന്ന സഹാബി, അദ്ദേഹം പറഞ്ഞത് ഹൻലല മുനാഫിഖായി പോയിരിക്കുന്നു. എന്താ പ്രശ്നം? മൂപ്പരുടെ ദൈനംദിന ജീവിത പ്രവർത്തനങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സംഗതികളും തട്ടിച്ചു നോക്കിയപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ നിലവാരം പുലർത്താത്ത ഒരു കപടനാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഹൻലലെ വളരെ വ്യസനത്തോടു കൂടി റോഡിൽ കണ്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ അടുത്തോട്ട് നിന്ന്. അപ്പോൾ ഹൻലല പറയുന്നത് നാഫഖ ഹൻലല മുദ്രാവാക്യം വിളിക്കും പോലെ ഹൻലല മുനാഫിക്കായിരിക്കുന്നു. അപ്പോൾ മുനാഫിക്കുകൾ വലിയ കുഴപ്പമുണ്ടാക്കുന്ന സമയമാണ്. എന്താണ് ഈ മഹാനായ സഹാബി പറയണതെന്ന് ബേജാറായിട്ട്
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹംസയോട് ചോദിച്ചു പറഞ്ഞു, നമ്മൾ പല കാര്യങ്ങളും റസൂലിൻ്റെ അടുത്ത് നിന്ന് പഠിക്കാറുണ്ട്, പക്ഷെ വീട്ടിൽ ചെന്നാൽ നമ്മൾ ഭാര്യ, മക്കൾ, ജീവിതം, കൃഷി, ഇടപാട്, സംഗതി അതിനൊക്കെ വ്യത്യസ്തമായി പല പണികളും ചെയ്തൊപ്പിക്കാറുണ്ട്. ഇതൊരു തരം മുനാഫിക്കാണ്. അങ്ങനെയാണെങ്കിൽ അബൂബക്കർ മുനാഫിക്കായി പോകണല്ലോ, ഹംസ എന്നായി. അപ്പോൾ രണ്ടുപേരും കൂടെ പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു, അത് നിങ്ങളുടെ മനസ്സിൻ്റെ ഉത്കണ്ഠയാണ്. സത്യവിശ്വാസി എപ്പോഴും ഉത്കണ്ഠാകുലനായിരിക്കും. ഏതൊരു ശുഭാപ്തി വിശ്വാസവും, സ്വർഗം മരിച്ചാൽ സ്വർഗം കിട്ടും എന്ന് ഉറപ്പുള്ളവന് പോലും ദുന്യാവിന്റെ പ്രവർത്തനം നടത്തുമ്പോൾ ഉത്കണ്ഠാകുലനായിരിക്കും എന്നുള്ളൊരു സംശയമില്ല. ആ ഖൗഫാണ്, ആ ഭയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതുമാണ് തഖ്വയുടെ അടിത്തറ എന്നുള്ളതാണ്. നമ്മളെ രക്ഷപ്പെട്ടു എന്ന് സ്വർഗത്തിൽ കാല് വെക്കുന്നത് വരെ അങ്ങനെ ഉറപ്പിക്കാൻ വേണ്ട. സ്വർഗത്തിന് വേണ്ടി കഠിനമായി അധ്വാനിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അധ്വാനിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുമ്മ അർളന അബൂബക്കർ വഉമർ വഉസ്മാൻ വഅലിയും ബഖിയത്തി സ്വഹാബി റസൂലില്ലാഹി അജ്മഈൻ. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഉസ്താദന്മാർക്കും ബന്ധുമിത്രാദികൾക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടാർക്കും മുൻകാല സത്യവിശ്വാസങ്ങൾ നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മുന്നിൽ നിന്നിൽ എത്തിച്ചേർന്ന ആളുകളുടെ ഖബറിടങ്ങളെ നീ സ്വർഗ പൂങ്കാവനമാക്കി മാറ്റണേ തമ്പുരാനെ. അവരെയും ഞങ്ങളെ നീ നരകശിക്ഷയിൽ നിന്ന് കാക്കണേ തമ്പുരാനെ. ഞങ്ങൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഫിർദൗസ് നിന്റെ ലിഖാ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തുള്ള ജീവിതം നൽകണേ തമ്പുരാനെ. അകലങ്ങളിലുള്ള ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് നീ സമാശ്വാസം നൽകണേ തമ്പുരാനെ. തഖ്വയുള്ള ജീവിതം നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ സന്താനങ്ങളും സമ്പത്തിനും നീ നന്മ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ യുവാക്കളെയും യുവതികളെയും പ്രത്യേക സാഹചര്യത്തിൽ നീ പ്രത്യേകം സംരക്ഷിക്കണേ തമ്പുരാനെ. വഴിതെറ്റി പോകാതെ കാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രായമായ വയസ്സന്മാരോട് നീ കാരുണ്യം കാണിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ മക്കളോട് നീ കാരുണ്യം കാണിക്കണേ തമ്പുരാനെ. ഈ ഖുർആൻ ഏറ്റവും നന്നായി മനസ്സിലാക്കാനും അത് പൂർണ്ണമായി ഉൾക്കൊണ്ട് ജീവിക്കാനും അന്തസ്സോടെ മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് തരണേ തമ്പുരാനെ. ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ദുആ നീ തട്ടിക്കളയല്ല നാഥ. നീ അല്ലാതെ ദുആ സ്വീകരിക്കാനുള്ള ഞങ്ങൾ നിന്നോട് വീണ്ടും വീണ്ടും യാചിക്കുകയാണ് നാഥ. ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങൾ നീ നരകത്തിൽ നിന്ന് കരകയറ്റണേ തമ്പുരാനെ. സ്വർഗം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ انصر جيوش المسلمين في كل أماكن الأرض يا أرحم الراحمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. ربنا تقبل منا دعاءنا وتب علينا إنك أنت التواب الرحيم. وآخر دعوانا الحمد لله رب العالمين.